കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ മുന്നോടിയായി ജൈവിളികളുടെയും ഘോഷയാത്രകളുടെയും കരഘോഷങ്ങളുടെയും മാറ്റൊലി കൊള്ളുന്ന ഓശാന ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ പീഡാസഹന മരണ ഉദ്ധാനത്തെ ധ്യാനിച്ചുകൊണ്ടുള്ള ഈ 50 ദിനങ്ങളുടെ പൂർത്തീകരണം എന്നോണം, വിശുദ്ധവാരത്തിൻ്റെ ആദ്യ ദിനമെന്നോണം നമ്മൾ ഈ ഓശാന ഞായറാഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നുണ്ട്. കൂടെ നിൽക്കുന്ന എല്ലാവരും തന്നെ സ്നേഹത്തോടും വലിയ വിശ്വാസത്തോടും കൂടി രാജാതിരാജനെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. എങ്കിൽ കൂടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു സന്തോഷത്തിൻ്റെ വിരാമമായി ജീവിതത്തിൽ ഒരുപാട് വേദനകളിലേക്ക് നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും കൊണ്ടുപോകത്തക്ക രീതിയിൽ നമ്മുടെ ഉടയോനെ കുരിശിൽ തറയ്ക്കുമെന്നും അതിനുശേഷം പ്രതീക്ഷയുടെ ഉദ്ധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള വലിയൊരു വിശ്വാസ യാത്രയിലൂടെയാണ് നമ്മൾ കടന്നു പോകാനായിട്ട് ആരംഭിക്കുക. എല്ലായിടത്തും മഹത്വം അന്വേഷിക്കുന്ന മനുഷ്യൻ സ്ഥാനമാനങ്ങളുടെയും അധികാരത്തിൻ്റെയും പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്നകന്ന് ദൈവത്തെ തങ്ങളുടെ പാപം മൂലം കുരിശിലേക്ക് ഒരിക്കൽ കൂടി പ്രവേശിപ്പിക്കത്തക്ക രീതിയിലേക്കുള്ള ശൈലികൾ സ്വന്തമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളും ഞാൻ കാണിച്ചു തന്ന വലിയ മഹനീയ മാതൃക, എളിമയുടെ മാതൃക ജീവിതത്തിൽ പകർത്തിയെടുക്കുവാനായിട്ട് ഒരുപാടൊന്നും വാഗ്ദാനങ്ങൾ പറയാതെ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനും വിശ്വസ്തയോടെ ഈ ലോകത്തിൻ്റെ മുൻപിൽ തൻ്റെ ജീവിതത്തിലൂടെ ഈ ബലിയർപ്പണം പൂർത്തീകരിക്കുവാനും നമുക്ക് മഹനീയ മാതൃക നൽകിയ കർത്താവിൻ്റെ ഈ ജെറുസലേം പ്രവേശനം, ഈ രാജകീയ പ്രവേശനം നമുക്ക് വലിയ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ വലിയ നോമ്പിൻ്റെ അവസാനം എന്നോണം ഈ വിശുദ്ധവാര ആഴ്ച ഏറ്റവും മഹനീയമായിട്ട് കൊണ്ടാടുവാൻ നമുക്ക് സാധിക്കട്ടെ. ചെറിയ ഒരു കഴുതയെപ്പോലെ കർത്താവിന് വേണ്ടി ഭാരം ചുമക്കുവാനും വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുവാനുമുള്ള വലിയ ആർജവത്വം, ക്രിസ്തീയ ധീരത സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുരിശിൻ്റെ ബലിയുടെ പൂർണ്ണത നമുക്കും കർത്താവിന് വേണ്ടി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ആത്മാർത്ഥമായിട്ട് അഭിമാനിക്കാം. ഈ അഭിമാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ, ഇവയെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള കൃപ സകലത്തിൻ്റെയും നാഥനായിട്ടുള്ള ദൈവം നമുക്ക് നൽകുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഈ ഒരു അത്യാവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ പൂർണ്ണത നിർവഹിക്കുവാനും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ലോകത്തിന് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്ന ധീരപ്രേക്ഷിതരായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.